ഗുഡ് ഈവനിങ്, വെൽക്കം ടു ഗേറ്റ് 1 Minute 1 PYQ സീരീസ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഗേറ്റ് 2024 സോയിൽ മെക്കാനിക്സ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്മൂത്ത് വെർട്ടിക്കൽ റിജിഡ് വോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ആംഗിൾ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഫ്രിക്ഷൻ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫൈ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, 30 ഡിഗ്രിയാണ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, ഇൻക്ലിനേഷൻ ആണ്. ആരുടെ ഇൻക്ലിനേഷൻ? ഫെയിലുവർ പ്ലെയിൻസിന്റെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ കേസസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്? ആക്റ്റീവ് കണ്ടീഷനും ഉണ്ട്, പാസീവ് കണ്ടീഷനും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആക്റ്റീവ് കണ്ടീഷൻ ആയാലും പാസീവ് കണ്ടീഷൻ ആയാലും വിത്ത് റെസ്പെക്ട് ടു മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെയിലുവർ പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 45 ഡിഗ്രി പ്ലസ് 5/2 ആണ്. അതിന് കണ്ടീഷൻ ആക്റ്റീവ് ആയിക്കോട്ടെ പാസീവ് ആയിക്കോട്ടെ ഇക്വേഷൻ ഇത് തന്നെയാണ്. സോ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? 45 ഡിഗ്രി പ്ലസ് 5ന്റെ ഹാഫ് എത്ര വരും? 15 എന്ന് വരും. അതായത് 30 ഡിഗ്രീൻ്റെ ഹാഫ് 15 ഡിഗ്രി. സോ ഫൈനൽ ആൻസർ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ഞാൻ പറഞ്ഞു ആക്റ്റീവ് ആയിക്കോട്ടെ പാസീവ് ആയിക്കോട്ടെ രണ്ടിനും ഈ കണ്ടീഷൻ തന്നെയാണ്, ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും? 60 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി, ഓപ്ഷൻ ബി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള 1 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റ് PYQ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.